ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി ദ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ചിന് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന ജൂവിഷ് എപ്പിസ്റ്റൽസ്, അതായത് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള ലേഖനങ്ങൾ യഹൂദ ശേഷിപ്പിന് വേണ്ടി എഴുതിയിരിക്കുന്നതാണെന്നും അവർ മഹോപദ്രകാലത്തിൽ കൂടി കടന്നു പോകുമ്പോൾ, അതായത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ യഹൂദർ എങ്ങനെ പെരുമാറണം, അവർ അന്യജാതികളുടെ ഇടയിൽ ചിതറിപ്പോകുമ്പോൾ അവരെങ്ങനെ പെരുമാറണം, അവർ വിശ്വാസം എങ്ങനെ കാക്കണം, അവർക്ക് രക്ഷ എങ്ങനെ പ്രാപിക്കാൻ കഴിയും എന്നുള്ള ഉപദേശങ്ങളാണ് ഈ ജൂവിഷ് എപ്പിസ്റ്റൽസിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഈ പകൽക്കാലം വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുകയാണ്. ആരാണ് എഴുതിയിരിക്കുന്നത്? യോഹന്നാൻ അപ്പോസ്തലൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് ഈ പുസ്തകം മുഴുവനും പഠിക്കാനല്ല നമ്മൾ പോകുന്നത്. അതിനൊത്തിരി സമയം എടുക്കും. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഹൗ ഇറ്റ് ഈസ് റിട്ടൺ ടു ദ ലിറ്റിൽ ഫ്ലോക്ക് ജൂയിഷ് ചർച്ച്. എങ്ങനെയാണ് വെളിപ്പാട് പുസ്തകത്തിലെ ഉപദേശങ്ങൾ, ഡോക്ട്രിൻസുകളൊക്കെ നമ്മളൊന്ന് സ്റ്റഡി ചെയ്യുകയാണ്. എങ്ങനെയാണ് ഇത് ഇസ്രായേൽ യഹൂദരുടെ ശേഷിപ്പിന് വേണ്ടി എഴുതിയിരിക്കുന്നു എന്നുള്ള ആ ഒരു ദൃഷ്ടിയിൽ, ആ ഒരു വ്യൂ പോയിന്റിൽ നമ്മളിത് ദൈവവചനം, ഈ പുസ്തകത്തിലെ വാക്യങ്ങൾ നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോവുകയാണ്. നമുക്കതിൻ്റെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ചു തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. അപ്പൊ ഇത് എഴുതിയിരിക്കുന്നത് the revelation of Jesus Christ which God gave unto him to show unto his servants. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ സെർവൻസ്, ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ ദാസൻ എന്ന് വിളിക്കപ്പെടുന്നത് ഇസ്രായേലിനെയാണ്. ലേവ്യ പുസ്തകം 25-55 നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ലേവ്യ പുസ്തകം 25-ാം അധ്യായം 55-ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കൾ എനിക്ക് ദാസന്മാർ ആകുന്നു. അവർ മിസ്രയീം ദേശത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്ന എന്റെ ദാസന്മാർ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഇസ്രായേൽ മക്കൾ. ഇനിയും അത് യോഹന്നാൻ 18-36 നമുക്കൊന്ന് വായിക്കാം. എന്റെ രാജ്യം ഐഹികമല്ല എന്ന് എന്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എന്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇതിപ്പോ കർത്താവ് പറയുകയാണ്. കർത്താവ് യേശുക്രിസ്തു പിടിക്കപ്പെടുന്ന സമയത്ത് പറയുകയാണ്, റോമൻസ് പടയാളികൾ പിടിക്കപ്പെടുമ്പോൾ പറയുമായിരുന്നു, എൻ്റെ രാജ്യം ഈ ഭൂമിയിലെ അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ then my servants would fight. എന്നിട്ട് പറഞ്ഞിരിക്കുന്ന കർത്താവ് പറയാ, എല്ലാ യഹൂദരും കർത്താവിന്റെ ദാസന്മാരാണോ? അല്ല, കർത്താവിനെ അനുസരിക്കുന്നവരാണ് കർത്താവിന്റെ ദാസന്മാർ. അതാണ് യോഹന്നാൻ 18-36 പറഞ്ഞിരിക്കുന്ന, അവരെന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കുക ഇല്ലായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-18 നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. കണ്ട്, ആരുടെ മേലിലാണ് അപ്പോൾ പെന്തക്കോസ് ദിവസത്തിൽ പരിശുദ്ധാത്മാവിനെ പകർന്നത്? കർത്താവിന്റെ ദാസന്മാരും ദാസിമാരുടെ മേളിലും, യഹൂദരുടെ മേളിൽ, അല്ലേ? ഇനിയും വെളിപ്പാട് 2-20 നമുക്കൊന്ന് നോക്കാം. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാൻ ഉണ്ട്. കണ്ടോ, ആദ്യ സമയം മുതലേ, അതായത് അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിനെ പുറത്ത് കൊണ്ടുവരുന്ന ആ ടൈം മുതലേ ദൈവത്തിന്റെ സെർവൻസ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഇസ്രായേൽ മക്കൾ. ഈവൻ വെളിപ്പാട് സമയത്ത് പോലും
ഇസ്രായേലിനെയാണ് ദൈവം, ദ ബിലീവിങ് ഇസ്രായേൽസിനെയാണ് മൈ സെർവൻസ് എന്ന് വിളിച്ചിരിക്കുന്നത്. നമുക്ക് രണ്ട് വാക്യം കൂടെ വായിക്കാം. വെളിപ്പാട് 5:10, 22:5. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ആരാണ് ഭൂമിയിൽ വാഴുന്നത്? 22:5 വാക്യം. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. കണ്ടോ? ആൻഡ് ദേ ഷാൽ റെയിൻ ഫോർ എവർ ആൻഡ് എവർ. നോക്കണേ, ഈ വെളിപ്പാട് 5:10 നമ്മൾ വായിച്ചല്ലോ, ആൻഡ് ഹാസ് മെയ്ഡ് us unto our God kings and priests. ബോഡി ഓഫ് ക്രൈസ്റ്റിനെ പൗലോസ് അപ്പോസ്തലൻ ഒരിക്കലും കിങ്സ് ഓർ പ്രീസ്റ്റ്സ് എന്ന് വിളിക്കപ്പെടുന്നില്ല. പത്രോസിന്റെ ലേഖനം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോൾ വിളിച്ചു വേർതിരിക്കപ്പെട്ട വിശുദ്ധ പൗരോഹിത്യ വർഗം ആരാണ്? ഇസ്രായേൽ മക്കള്, അല്ലെ? അപ്പൊ ഇസ്രായേലാണ് കർത്താവിനോട് കൂടെ ഈ ഭൂമിയിൽ വാഴാൻ പോകുന്നത്. അവർ ഈ ഭൂമിയിൽ വാഴുമ്പോൾ നാം കർത്താവിനോട് കൂടെ സ്വർഗമണ്ഡലങ്ങളിലും വാഴും, അല്ലേ? കർത്താവ് സർവവ്യാപിയായി, അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വെളിപ്പാട് പുസ്തകം ആർക്കാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത്? ടു ഹിസ് സെർവൻസ്. ആരാണ് ദൈവത്തിന്റെ സെർവൻസ്, ദൈവത്തിന്റെ സേവകന്മാർ? ഇസ്രായേൽ, അല്ലേ? നമുക്ക് അടുത്ത ഒരു വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഗലാത്യർക്കെഴുതിയ ലേഖനം 4:1 6 മുതൽ 7 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ബോഡി ഓഫ് ക്രൈസ്റ്റിനെ പൗലോസ് അപ്പോസ്തലൻ എങ്ങനെയാണ് സംബോധിക്കുന്നത്, എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? വളരെ ക്ലിയർ ആയിട്ട് പറയുക, യു ആർ നോ മോർ എ സെർവൻറ്റ് ബട്ട് എ സൺ. പുത്രത്വത്തിന്റെ ആത്മാ, അല്ലേ? നമ്മൾ ദാസന്മാർ അല്ല എന്ന് വളരെ ക്ലിയർ ആയിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഈ രണ്ട് വ്യത്യാസം, അതായത് ദ മിസ്റ്ററി പ്രോഗ്രാം, രാജ്യത്തിന്റെ പദ്ധതിയും ഈ നിഗൂഢ പദ്ധതിയും, ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം അപ്പോസ്തലന്മാർ മനസ്സിലാക്കുകയുണ്ടായി. മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഗലാത്യർക്കെഴുതിയ ലേഖനം 2:9 എഴുതിയിരിക്കുന്നു, പൗലോസ് അപ്പോസ്തലനും ബർന്നബാസിനും യെരുശലേമിൽ ഉണ്ടായിരുന്ന യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാർ, അല്ലെ, ശുശ്രൂഷയുടെ വലങ്കരം കൊടുത്തിട്ട് പറയുകയാണ്, ഞങ്ങൾ, അതായത് 12 അപ്പോസ്തലന്മാർ, യേശു ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാർ, അവർ ആരുടെ അടുക്കിലേക്ക് പോകും? സർക്കംസിഷൻ, അഗ്രചർമ്മികളുടെ അടുക്കിലേക്ക് അവർ അവരുടെ സുവിശേഷവുമായി പോകുമ്പോൾ പൗലോസും ബർന്നബാസും ഹീതൻസ്, ജാതികളുടെ ഇടയിലേക്ക് അവരുടെ ശുശ്രൂഷയ്ക്കായി അവർക്ക് ലഭിച്ച സുവിശേഷവുമായിട്ട് അവർ പോകുക, 2 ഡയറക്ഷനിലോട്ട് പോവുകയാണ്, അല്ലേ? ഇത് ഇത് എഗ്രി ചെയ്തതിന് ശേഷം പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്കെഴുതിയ ലേഖനം 1:8 നമുക്കൊന്ന് വായിക്കാം. എന്താണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് ബിലീവേഴ്സിനോട് പറയുന്നത്? ഗലാത്യർ 1:8 നമുക്കൊന്ന് വായിക്കാം. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇതുപോലെ രാജ്യത്തിന്റെ സുവിശേഷത്തെ കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ പ്രേക്ഷകരോട് പറയുന്ന ഒരു വാർണിംഗ് ആണ് 2 യോഹന്നാൻ 10 വാക്യം. നമുക്ക് അതുകൂടെ വായിക്കാം. ഒരുത്തൻ ഈ ഉപദേശവും കണ്ട് അല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവന് കുശലം പറയുകയും അരുത്. കണ്ടു, 2 പേരും അവരവരുടെ ഗ്രൂപ്പിന് വാർണിംഗ് കൊടുക്കുകയാണ്. ഈ 2 പ്രോഗ്രാം തമ്മിൽ മിക്സ് ആക്കല്ലേ. പൗലോസ് അപ്പോസ്തലൻ ബോഡി ഓഫ് ക്രൈസ്റ്റ് അന്യജാതികളോട് നിന്ന് കടന്നു വന്ന് വിശ്വാസികളോട് പറയുക, നിങ്ങളുടെ ഇടയിൽ
ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച കൃപയുടെ സുവിശേഷം അല്ലാതെ മറ്റൊരു സുവിശേഷം ആരെങ്കിലും നിങ്ങളോട് പറയുന്നു എങ്കിൽ ആ വ്യക്തി അനാത്മ, അതായത് നരകത്തോളം ശപിക്കപ്പെടുമാറാകട്ടെ. അതുപോലെ തന്നെ യോഹന്നാൻ അപ്പോസ്തലൻ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ചിനോട് പറയുകയാണ്, ഞങ്ങൾ കൺകൊണ്ട് കണ്ടതും കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ യേശുക്രിസ്തുവിൻ്റെ നിന്ന് കേട്ട, യേശുക്രിസ്തുവിൽ നിന്ന് നേരിട്ട് പ്രാപിച്ച ആ ഡോക്ട്രിൻ, ആ ഉപദേശങ്ങൾ, അതൊഴിച്ച് മറ്റാരെങ്കിലും വേറെ സുവിശേഷം, വേറെ ഡോക്ട്രിൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അവരെ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം എന്നാണ് പറയുന്നത്, ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് മുൻപോട്ട് പോകാം. ബുക്ക് ഓഫ് റെവലേഷൻ ഈസ് എ പ്രോഫസി. വെളിപ്പാട് 1:3 വാക്യം നമുക്കൊന്ന് വായിക്കാം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രവചനത്തിന്റെ, ഇല്ലേ, ദിസ് ഈസ് എ പ്രോഫസി, ഇറ്റ്സ് നോട്ട് എ ബുക്ക് ഓഫ് ഹിസ്റ്ററി. ദൈവവചനം, വെളിപ്പാട് പുസ്തകത്തിന് ഒരു പ്രധാനമായിട്ട് 4 കാഴ്ചപ്പാടുണ്ട്. ഒന്നാമത്തെ പ്രെറ്ററിസം. പ്രെറ്ററിസം പഠിപ്പിക്കുന്നത് ഇത് ഈ ബൈബിൾ പ്രൊഫസി ഇത് എല്ലാം ആദ്യത്തെ നൂറ്റാണ്ടിൽ തന്നെ പൂർണ്ണമായി. പ്രെറ്ററിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾറെഡി പാസ്റ്റ്. AD 70 യെരുശലേം ദേവാലയം നശിപ്പിച്ചതോടുകൂടി ആ പ്രോഫസികളെല്ലാം, എൻഡ് ടൈം പ്രോഫസീസ് എല്ലാം ഫുൾഫില്ലായി. ഇനിയും മുൻപിൽ ഒരു സഭയുടെ ഒരു റാപ്ചർ എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല, 1000 ആണ്ട് വാഴ്ച എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. ഈ 1000 ആണ്ട് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് കാര്യമാണ്. അതായത് ഉദാഹരണത്തിന് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ആസാഫ് പറയുന്നു, നിന്റെ ദേവാലയത്തിൽ ഒരു ദിവസം കഴിക്കുന്നത് മറ്റെടുത്ത 1000 ദിവസത്തെക്കാളും ശ്രേഷ്ഠം എന്ന് പറയുമ്പോൾ അതൊരു ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ 1000 പർവ്വതങ്ങളിലെ ആടുകൾ, മേച്ചിൽ പുറത്തെ ആടുകൾ യഹോവയ്ക്കുള്ളതെന്ന് പറയുമ്പോൾ വെറും 1000 പർവ്വതത്തിനാൽ അതൊരു ക്വാളിറ്റി ആണെന്നാണ് പറയുന്നത്, ഇല്ലേ? അപ്പോൾ അവര് വിശ്വസിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇനിയും കർത്താവ് ഒരു വരവേ ഉള്ളൂ. ആ വരവെങ്കിൽ ശവക്കല്ലറയിൽ ഉള്ളവരെല്ലാവരും ദൈവത്തിന്റെ ശബ്ദം കേട്ട് ചിലവർ നിത്യജീവനും ചിലർ നാശത്തിനുമായി എഴുന്നേൽക്കും. അതാണ് പ്രെറ്ററിസം. അടുത്തൊരു വ്യൂ ആണ് സെമി ഫ്യൂച്ചറിസ്റ്റിക്. സെമി ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെയുള്ള കാര്യങ്ങൾ ഒക്കെ ഓൾറെഡി നിവർത്തിയായി. അത് ചർച്ച് ഏജിന്റെ ഒരു ഹിസ്റ്ററിയാണ്. എന്നാൽ 4-ാം അധ്യായം മുതൽ അവസാനം വരെ, വെളിപ്പാട് പുസ്തകത്തിന്റെ 4-ാം അധ്യായം മുതൽ 22-ാമത്തെ അധ്യായം വരെ ചർച്ച്, സഭ എന്നുള്ളൊരു ടേം അവിടെ കാണുന്നില്ല. അതെല്ലാം ഫ്യൂച്ചർ ആണെന്ന് ഉള്ളൊരു ടീച്ചിങ്. അതാണ് സെമി ഫ്യൂച്ചറിസ്റ്റിക്. 3-ാമത്തെ വ്യൂ ആണ് ഐഡിയലിസ്റ്റിക്, അല്ലെങ്കിൽ സ്പിരിച്വൽ, അല്ലെങ്കിൽ അലഗോറിക്കൽ വ്യൂ. അത് ആരംഭിച്ചത് ഒറിജിൻ എന്ന് പറഞ്ഞ ഒരു ചർച്ച് ഫാദറാണ്. AD 185 തൊട്ട് 254 വരെയുള്ള കാലഘട്ടത്തിൽ. അപ്പോൾ ഒറിജിൻ പറഞ്ഞത്, വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ലിറ്ററലായ കാര്യങ്ങളല്ല, അതെല്ലാം സ്പിരിച്വൽ സിംബിൾസ് ആണ്. അതായത് ഓരോരുത്തരുടെ അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ. പൊതുവെ ഇത് ദൈവവും പിശാചും, ഗുഡ് ആൻഡ് ഈവിൾ തമ്മിലുള്ളൊരു പോരാട്ടം. ഏത് കാലഘട്ടത്തിലും ഗുഡ് ആൻഡ് ഈവിൾ, ഗോഡ് ആൻഡ് ഡെവിളുമായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഒരു ചിത്രീകരണമാണെന്ന് ആണ് ഒറിജിൻ പറഞ്ഞത്. അതാണ് ഐഡിയലിസ്റ്റിക് വ്യൂ. 4-ാമത്തെ വ്യൂ ആണ് ഫ്യൂച്ചറിസ്റ്റിക് വ്യൂ. അതാണ് ബൈബിൾ ക്ലിയർലി പറയുന്നത് പ്രവചനമാണ് എന്നില്ലേ? അതാണ് നമ്മളെല്ലാവരും ബിലീവ് ചെയ്യുന്നത്. അതാണ് റൈറ്റ് വ്യൂ. എന്താണ്? എവറിത്തിങ് ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ ഈസ് ടു ടേക്ക് പ്ലേസ് ഇൻ ദ ഫ്യൂച്ചർ. ഇതെല്ലാം വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും
അതൊരു പ്രവചനമായതുകൊണ്ട് അത് ഭാവിയിൽ നടക്കാനുള്ളതാണ് എന്നുള്ള കാഴ്ചപ്പാട്. Wherever applicable, Bible is to be interpreted literally. അതായത് ദൈവം എവിടെല്ലാം സാധ്യമായിരിക്കുന്നു അവിടെല്ലാം ദൈവവചനം അതേപോലെ നമ്മൾ അക്ഷരികമായിട്ട് തന്നെ വ്യാഖ്യാനിക്കേണ്ടതാണ്. അപ്പം ഇതാണ് 4 മേജർ വ്യൂ പോയിന്റ്സ്. ഒന്ന്, പ്രെറ്ററിസം എല്ലാം കഴിഞ്ഞുപോയി. രണ്ടാമത്തെ, സെമി ഫ്യൂച്ചറിസ്റ്റിക്, 1 മുതൽ 3 വരെ ഉള്ള അധ്യായങ്ങൾ നടന്നു. 4 മുതലുള്ള കാര്യം ഇനിയും മുൻപിൽ ശേഷിക്കുന്നു, നടക്കാനിരിക്കുന്നു. ഐഡലിസ്റ്റിക്, ഇതെല്ലാം ഒരു അലഗോറിയ, ഉപമകളാണ്. ഫ്യൂച്ചറിസ്റ്റിക്, എല്ലാം മുൻപിലാണ്. ഇനിയും നമ്മൾ C.I. സ്കോഫീൽഡിൻ്റെ ബൈബിൾ, റെഫറൻസ് ബൈബിൾ യൂസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കൺകോർഡൻസ് ഒക്കെ നമ്മൾ നോക്കിയാൽ, അതിൻ്റെ നോട്ട്സ് നമ്മൾ നോക്കിയാൽ, എ റെപ്രസെൻറ്റേഷൻ, 7 സഭകൾ, ഇറ്റ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ചർച്ച് ഹിസ്റ്ററി. അതായത് സഭയുടെ ഓരോ കാലഘട്ടത്തെ കാണിക്കുന്നതാണ് ഈ 7 സഭകൾ എന്നാണ് C.I. സ്കോഫീൽഡ് തൻ്റെ സ്കോഫീൽഡ് റെഫറൻസ് ബൈബിളിൽ കാണിച്ചിരിക്കുന്നത്. ആദിവദാസൻ പറഞ്ഞിരിക്കുന്ന AD 33 മുതൽ AD 100 വരെ എഫെസോസ് സഭയുടെ കാലഘട്ടമായിരുന്നു. അതായത് അപ്പോസ്തോലിക്ക ചർച്ച്, അപ്പോസ്തോലിക് ടൈം ആയിരുന്നു. എന്നാൽ AD 100 മുതൽ 313 വരെ സ്മിർണയുടെ സഭയുടെ അവസ്ഥയായിരുന്നു. അതായത് വളരെ പെർസിക്യൂഷനും പീഡനത്തിൻ്റെ കാലഘട്ടമായിരുന്നു. അത് സ്മിർണ, കയ്പിൻ്റെ അനുഭവം, അതപ്പോൾ ഒരു ഹിസ്റ്ററി, ചർച്ചിൻ്റെ പീരീഡായി. 313 മുതൽ 600 വരെ പെർഗമോസ് സഭയുടെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ദ ചർച്ച് ഹിസ്റ്ററി കടന്നുപോയത്. അതായത് ഒരു ലൗകിക സഭ, പീഡനം കുറഞ്ഞു. കുസ്തന്തീനോസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റൈൻ റോമിലെ ചക്രവർത്തി ക്രിസ്ത്യാനി ആയതോടുകൂടി ലോകം ചർച്ചുമായിട്ട് ഒരു മിക്സിംഗ് ഉണ്ടായി. അതാണ് പിന്നീട് AD 600 മുതൽ 1517 വരെ തുയത്തൈറ സഭയുടെ അവസ്ഥയിലേക്ക് എത്തുകയാണ്. അതായത് ഒരു അഡൾട്രസ് ചർച്ച് അല്ലെങ്കിൽ ഒരു കറപ്റ്റ് ചർച്ച്. പിന്നീട് അങ്ങനെ കറപ്ഷൻ വർദ്ധിച്ച് സഭയുടെ അവസ്ഥ സർദീസ് സഭയെ പോലായി. അതായത് ചത്ത അവസ്ഥ, ദ ഡെഡ് ഓർ ദ ഡൈയിങ് ചർച്ച്. പിന്നീട് AD 1700 തൊട്ട് 1900 വരെ ഒരു ഉണർവിൻ്റെ കാലഘട്ടമുണ്ടായി. ഇവാഞ്ചലിസത്തിന് വേണ്ടി ദൈവം വാതിൽ തുറന്നു. അതാണ് ഫിലഡൽഫിയോട് പറഞ്ഞ്, ഞാൻ നിന്റെ മുൻപിൽ ഒരു തുറക്കപ്പെട്ടൊരു വാതിൽ വെച്ചിരിക്കുന്നു. ഫിലഡൽഫിയ ഒരു ഫെയ്ത്ത്ഫുൾ ചർച്ചിൻ്റെ ഒരു കാലഘട്ടം, ഒരു 200 years. അത് കഴിഞ്ഞിട്ട് 1900 മുതൽ ഇന്ന് വരെയുള്ള ലവോദീസിയൻ സഭയുടെ ഒരു അവസ്ഥ, അതായത് ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാത്തൊരവസ്ഥ. ദൈവം പറയുന്നു, ഞാൻ നിന്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളയുന്നുള്ള ഒരു ആലോചനയാണ് ലവോദീസിയൻ സഭയ്ക്ക് കൊടുത്തത്. അപ്പോൾ C.I. സ്കോഫീൽഡ് പറഞ്ഞത്, ഈ 7 സഭകൾ കാണിക്കുന്നത് ദ എൻറ്റയർ ചർച്ചിൻ്റെ ഹിസ്റ്ററിയുടെ ഡിഫറെൻറ്റ് ഫേസസാണ്, ഓരോ ഘട്ടങ്ങളാണ്. പക്ഷേ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ അതൊരു തെറ്റായൊരു കാഴ്ചപ്പാടാണ്. കാരണം ആദ്യ സമയത്തെ സഭ കർത്താവായ യേശുക്രിസ്തു അവരുടെ കാലഘട്ടത്തിൽ തന്നെ വരും എന്ന് അവരെന്ത് ചെയ്തിരുന്നു? പ്രതീക്ഷിച്ചിരുന്നു, ഇല്ലേ? ഈച്ച് ചർച്ച്, ദ ഏർലി ചർച്ച് എക്സ്പെക്റ്റഡ് ദ ഇമിനന്റ് റിട്ടേൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവരുടെ കാലഘട്ടത്തിൽ തന്നെ യേശുക്രിസ്തു മടങ്ങി വരും എന്ന് അവർ പ്രതീക്ഷിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ AD 100 എഫെസോസ് സഭയോട്, ഇതാ ഞാൻ വേഗം വരുന്നു, പെർഗമോസ് സഭയോട് പറയുക, ഞാൻ വേഗം വരുന്നു, ഞാൻ വാതിക്കൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എഫെസോസ്കാരൻ ആ ഒരു വിശ്വാസി പറയും, അല്ലല്ല, ഇനിയും നൂറ്റാണ്ടുകൾ ശേഷിക്കുന്നു. ഇനിയും സ്മിർണ, പെർഗമോസ്, തുയത്തൈറ, സർദീസ്, ഫിലഡൽഫിയ, അങ്ങനെ ലവോദീസിയ സഭയുടെ അനുഭവം കഴിഞ്ഞതിന് ശേഷമേ യേശു വരുത്തുള്ളൂ, അതായത് റാപ്ചർ നടക്കത്തുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് വരും, അല്ലേ? അത് തന്നെയല്ല വെളിപ്പാട് പുസ്തകം 1
11 നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഏഷ്യയിലുള്ള 7 സഭകൾക്ക് കത്തെഴുതി അയക്കാൻ യോഹന്നാനോട് ആവശ്യപ്പെട്ടു. അതിനാൽ ആ 7 സഭകളും ഒരേ സമയം നിലനിന്നിരുന്നു. പിന്നെ ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അത് ജസ്റ്റ് ഒരു ടേമാണ് ഞാൻ എഴുതി. ആ റെവലേഷൻ 1:11 വായിക്കുമ്പോൾ 7 സഭകളുടെ പേരും പറഞ്ഞിട്ട് പൗലോസ് യോഹന്നാനോട് പറയുക, നീ അവർക്ക് ലേഖനം എഴുതി കൊടുക്കുക. അപ്പോൾ ഈ 7 സഭകളും ഒരുമിച്ച് ഏഷ്യ മൈനറിൽ ഒരേ സമയത്ത് ഉണ്ടായിരുന്ന സഭകളാണ്. ഓക്കെ, നമുക്ക് മുൻപോട്ട് പോകാം. വെളിപ്പാട് 1:3 നമുക്കൊന്നുകൂടെ വായിക്കാം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. സമയം അടുത്തിരിക്കുന്നു. എന്തിൻ്റെ സമയമാണ് അടുത്തിരിക്കുന്നത്? മത്തായി 3:2 നമ്മൾ വായിക്കുമ്പോൾ പറയുകയാണ്, സ്വർഗരാജ്യം അടുത്തിരിക്കുന്നു. അല്ലേ? മത്തായി 4:17 യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ആദ്യത്തെ പ്രസംഗം എന്തുവാണ്? ഫ്രം ദാറ്റ് ടൈം ജീസസ് ബിഗാൻ ടു പ്രീച്ച് ആൻഡ് ടു സേ റിപ്പന്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് അറ്റ് ഹാൻഡ്. സ്വർഗരാജ്യം അടുത്തിരിക്കുന്നു. നമ്മളിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ 1 പത്രോസ് 4:7 പത്രോസ് പറയുക, ദ എൻഡ് ഓഫ് ഓൾ തിങ്സ്, സകലതിൻ്റെയും എല്ലാത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. വെളിപ്പാട് 22:10 നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊന്ന് വായിക്കാം. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. ഉണ്ടോ? ദാനിയേലിനോട് പറഞ്ഞായിരുന്നു ഇത് അന്ത്യനാളിലേക്കുള്ളതാണ്. ദാനിയേലിന് കൊടുത്ത പുസ്തകത്തെ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേ? മുദ്ര ഇടാൻ എന്നാണ് പറഞ്ഞത്, അല്ലേ? ഇപ്പൊ യോഹന്നാനോട് പറയുകയാണ്, മുദ്ര ഇടരുത്, സമയം അടുത്തിരിക്കുന്നു. എന്തിൻ്റെ സമയമാണ് അടുത്തത്? ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഇത് മിസ്റ്ററി ഓർ പ്രൊഫസി പ്രോഗ്രാം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. വെളിപ്പാട് 1-ാം അധ്യായം 4-7 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ ആസിയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുൻപുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങൾ ഒക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ്, ആമേൻ. Praise the Lord. അപ്പോൾ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? നമ്മളെ ദൈവം എന്ത് ചെയ്തു? രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ അതാരാണ്? പ്രവചന പദ്ധതിയായി, അല്ലേ? മുമ്പ് നമ്മൾ വായിച്ചതുപോലെ പുറപ്പാട് മുതൽ നമുക്ക് വായിക്കാൻ കഴിയും, ഇസ്രായേലിനെ ദൈവം വിളിച്ചു വേർതിരിച്ച് വിശുദ്ധ ശ്രേഷ്ഠ പൗരോഹിത്യ വർഗമാക്കി മാറ്റിയിരിക്കുകയാണ്, അല്ലേ? 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മിസ്റ്ററി പ്രോഗ്രാം ആയാലും ശരി, പ്രൊഫസി പ്രോഗ്രാം ആയാലും ശരി, പാപത്തിൻ്റെ ക്ഷമ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമാണ്, അല്ലേ? 7-ാമത്തെ വാക്യത്തിൽ നമുക്കൊന്നുകൂടെ ഒന്ന് വായിക്കാം. 7-ാമത്തെ വാക്യം, വെളിപ്പാട് 1:7. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങൾ ഒക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ്, ആമേൻ. കർത്താവ് യേശുക്രിസ്തു ബോഡി ഓഫ് ക്രൈസ്റ്റിന് പൗലോസിൽ കൂടി നൽകിയ ഉപദേശപ്രകാരം രഹസ്യവരവ്, ദ റാപ്ചറിനകത്ത്, അല്ലേ, എല്ലാവരും കാണുന്നില്ല, അല്ലേ? ഈ ഈ വരവ് ഏതാണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദാനിയേൽ 7-ാം അധ്യായം 13-ാമത്തെ വാക്യം, സക്കറിയ 12:10, മത്തായി സുവിശേഷം 24:30 നമുക്കൊന്ന് മലയാളത്തിൽ വായിച്ചു കേൾക്കാം.
രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്ന് അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. സെക്കരിയാവ് 12:10. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. മത്തായി 24:29-30. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. പ്രൈസ് ദ ലോർഡ്. അപ്പോഴിത് ഏത് വരവാണ് കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 1:7 പറയുന്നത്, യോഹന്നാൻ പറയുന്നത്? രണ്ടാം വരവ്. എവിടെ? ഒലിവ് മലയിൽ പ്രത്യക്ഷമായി വരുന്ന കാര്യമാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇത് വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്ന ആർക്കാണ്? ദ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച്, യഹൂദർക്കും വേണ്ടിയാണ്, അല്ലേ? നമുക്ക് ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഒരു ബേസിക്കായ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യെശയ്യാ 46:10 നമുക്കൊന്ന് വായിക്കാം. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. പ്രവചനത്തിന്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇത് ദൈവം ആണ് ഈ ആലോചന പറയുന്നത്. രണ്ട്, ദൈവത്തിൻ്റെ ഈ പ്രവചനത്തിൻ്റെ ഒരു കാര്യം, ഒരു സവിശേഷത, ദൈവം ആരംഭത്തിൽ തന്നെ അതിൻ്റെ അന്ത്യവും എങ്ങനാകും എന്ന് പറയുകയാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് നോക്കാൻ കഴിയും. ദൈവം നോക്കണം. നമുക്ക് സോളമോനാണ് BC 957 ആദ്യത്തെ മന്ദിരം പണിയുന്നത്. എന്നിട്ട് അത് BC 587 അതേ മന്ദിരം നെബൂഖദ്നേസറിന്റെ സൈന്യം, ബാബിലോണിയ സൈന്യം വന്ന് അതിനെ നശിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എഹെസ്കേലിനോട് ദൈവം എഹെസ്കേലിനെ സമയത്ത് പുറകിലോട്ട് കൊണ്ടുപോയിട്ട് കാണിക്കുകയാണ് എന്തുകൊണ്ടാണ് ദൈവം തൻ്റെ ആലയത്തെയും തൻ്റെ ജനത്തെയും ഇസ്രായേലിൻ്റെ ശത്രുക്കൾ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത് എന്നുള്ള കാര്യം എഹെസ്കേലിന് ദർശനത്തിൽ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പറയുകയാണ് ഫോൾസ് പ്രോഫറ്റ്സ്, ഐഡോലേറ്ററി, അവരുടെ മത്സരം. കാരണം ദൈവം ആ ആലയത്തെ, ആ ജനത്തെ തൻ്റെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടി വന്നു എന്ന് എഹെസ്കേലിന് പറഞ്ഞു കൊടുക്കുകയാണ്. എഹെസ്കേൽ കാണുകയാണ് ദൈവത്തിൻ്റെ കൃപ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം എങ്ങനെ ആ ദേവാലയം വിട്ടു പോകുന്നു, അത് കാണുകയാണ്. അപ്പോൾ തന്നെ എഹെസ്കേലിനെ അതേ ടൈമിൽ സമയത്തിന് മുൻപോട്ട് കൊണ്ടുപോയിട്ട് നോക്കണേ, ഈവൻ ഗ്രേസ് പീരീഡും കവർ ചെയ്ത് ട്രിബുലേഷൻ പീരീഡിന്റെ കാര്യങ്ങൾ കാണിക്കുകയും എഹെസ്കേൽ 40-ാം അധ്യായം മുതൽ 48-ാമത്തെ അധ്യായം വരെ കർത്താവിന്റെ രണ്ടാം വരവ് കഴിഞ്ഞിട്ട് ക്രിസ്തു സ്ഥാപിക്കുന്ന ആ ദേവാലയത്തിന്റെ മഹത്വത്തെക്കുറിച്ച് കാണിക്കുകയാണ്. അതിൻ്റെ അളവുകൾ, അതിൻ്റെ ഡൈമെൻഷൻസ് എല്ലാം കാണിക്കുക. അവിടെ ദൈവത്തിൻ്റെ മഹത്വം വീണ്ടും എങ്ങനെ അവിടെ പ്രവേശിച്ചു അതെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്, ഇല്ലേ? അതുപോലെയാണ് യോഹന്നാൻ അപ്പോസ്തലനെ കർത്താവ് ക്രിസ്തുനാൾ അല്ലെങ്കിൽ ഓൺ ദ ലോർഡ്സ് ഡേ, ഡേ ഓഫ് ദ ലോർഡ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ദാനിയേൽ പ്രവചനത്തിന്റെ 70-ാമത്തെ ആഴ്ച അല്ലെങ്കിൽ ആ മഹോപദ്രവ കാലത്തെക്കുറിച്ച്, ആ 7 വർഷത്തെക്കുറിച്ചാണ് ദ ഡേ ഓഫ് ദ ലോർഡ് എന്ന് ബൈബിൾ പറയുന്നത്. ആ കാലഘട്ടത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെ യോഹന്നാൻ അപ്പോസ്തലന്
ക്രിസ്തുവിൻ്റെ നാൾ കാണിച്ചു കൊടുക്കുക, ആത്മാവിൽ കാണിച്ചു കൊടുക്കുക, ഇല്ലേ? ഉം. യഹോവയുടെ ദിവസത്ത് എന്ത് നടക്കണം അതെല്ലാം ഏ നടക്കുന്നത് പോലെ കാണിച്ചു കൊടുക്കുകയാണ്, ഇല്ലേ? അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ 7 സഭകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ, യോഹന്നാന്റെ ടൈമിൽ ആ ആദ്യ സമയത്തും ആ 7 സഭകൾ ഏഷ്യ മൈനറിൽ ചിതറിപ്പോയ ഇസ്രായേൽ മക്കൾ പോയി സ്ഥാപിച്ച സഭകൾ, ലിറ്റിൽ ഫ്ലോക്ക് ചർച്ചസുകൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ വീണ്ടും ബൈബിളിലെ പ്രവചനങ്ങൾക്ക് മൾട്ടിപ്പിൾ ഫുൾഫിൽമെന്റ് ആണുള്ളത്. പല പ്രവചനങ്ങളും ഒരിക്കൽ നിറവേറി വീണ്ടും ഒരു നിറവേറലുണ്ട്, എ ഫ്യൂച്ചർ ഫുൾഫിൽമെന്റുമുണ്ട്. ഫ്യൂച്ചർ ടൈമിൽ, അതായത് സഭയുടെ റാപ്ചറിന് ശേഷം, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ റാപ്ചറിന്റെ ശേഷം ഒരു കാലഘട്ടമുണ്ട്, ഒരു അൺനോൺ ഒരു പീരിയഡ് ഓഫ് ടൈം, ഒരു ഗ്യാപ്പ് ഉണ്ട്, പ്രോഫറ്റിക് പീരിയഡ് ഉണ്ട്. ഈ 7 വർഷത്തെ മഹോപദ്രവം ആരംഭിക്കുന്നത് ഇസ്രായേൽ മക്കൾ എതിർ ക്രിസ്തുവുമായിട്ട്, അല്ലെങ്കിൽ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിലും 11-ാം അധ്യായത്തിലും ഉടമ്പടിയുടെ പ്രഭു എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയുമായിട്ടൊരു ഉടമ്പടി 7 വർഷത്തെ കരാറ് സൈൻ ചെയ്യുമ്പോൾ, ഒപ്പിടുന്ന ആ നിമിഷം മുതലാണ് 7 വർഷത്തെ മഹോപദ്രവകാലം, അല്ലെങ്കിൽ ദാനിയേലിൻ്റെ 70-ാമത്തെ ആഴ്ച, ആ ദർശനത്തിൻ്റെ 70-ാമത്തെ ആഴ്ച ആരംഭിക്കുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ ആന്റൈക്രൈസ്റ്റിന്റെ സമ്മതത്തോടുകൂടി ഒരു ദേവാലയം അവിടെ പണിയപ്പെടുന്നുണ്ട്. ആ ദേവാലയത്തിലാണ് ആന്റൈക്രൈസ്റ്റ് മഹോപദ്രവത്തിന് മധ്യഭാഗത്ത് മ്ലേച്ഛ വസ്തുവെ കൊണ്ട് സ്ഥാപിക്കുന്നത്. അപ്പോൾ ഈ 7 സഭകൾ ആ ടൈമിലെ സഭകൾ, എക്സിസ്റ്റിംഗ് സഭകളാണ്. വരാൻ പോകുന്ന സമയം എക്സിസ്റ്റ് ചെയ്യുന്ന സഭകളാണ്. അതേസമയം ഈ 7 സഭകളുടെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഡോക്ട്രിൻസ്, രക്ഷയുടെ മാർഗം, അന്ത്യം വരെയും വിശ്വസനായി പിടിച്ചു നിൽക്കുന്ന കാര്യം, അതൊന്നും അങ്ങനല്ല ഇന്ന് ബോഡി ഓഫ് ക്രൈസ്റ്റിന് ഉള്ള രക്ഷയുടെ മാർഗം. ഉദാഹരണത്തിന് നമ്മൾ മുമ്പ് വായിച്ച വാക്യത്തിൽ ഇസബേൽ എന്താണ് പഠിപ്പിക്കുന്നത്? ഐഡോലേട്രി, വിഗ്രഹാർപ്പിതം കഴിക്കാൻ, അല്ലേ? അതേസമയം ഇന്ന് ബോഡി ഓഫ് ക്രൈസ്റ്റിന് ആരെങ്കിലും വിഗ്രഹാർപ്പിതം കഴിച്ചാൽ എന്തു പറ്റും? ഒന്നും പറ്റത്തില്ല. പൗലോസ് അപ്പോസ്തലൻ എന്നാ പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ ധൈര്യമായിട്ട് കഴിക്കും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? അതൊന്നും ദൈവങ്ങളെ അല്ല. അതേസമയം മഹോപദ്രവ കാലത്തിൽ കൂടി കടന്നു പോകുന്ന യഹൂദർ അഥവാ വിഗ്രഹാർപ്പിതം കഴിച്ചാൽ എന്ത് പറ്റും? അവരുടെ ഒരു വിശ്വാസ രക്ഷ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത ഉണ്ട്, അല്ലേ? അപ്പോഴതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ട്. നമുക്ക് ഈ സഭയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മുൻപേ ആയിട്ടുള്ള സമയം നമുക്ക് പഠിക്കാം. അപ്പോഴിത് നമുക്ക് മനസ്സിലായി എങ്ങനെ എഹെസ്കേലിനെ പുറകോട്ടും മുമ്പോട്ടും കൊണ്ടുപോയി ദൈവം ദർശനങ്ങൾ കാണിച്ചോ, അതുപോലാണ് യോഹന്നാനെ കാലത്തിൽ മുൻപോട്ട് കൊണ്ടുപോയിട്ട് ഉള്ള കാര്യങ്ങൾ കാണിക്കുന്നത്. നമുക്കറിയാം, ഈ കൃപായുഗം ഇല്ലായിരുന്നു എങ്കിൽ സമയം എങ്ങനെ ആയിരുന്നേനെ? നോക്കണേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം, ഉയർത്തെഴുന്നേൽപ്പ്, പെന്തക്കോസ് നാള്, 7 സഭകൾ, സ്തേഫാനോസിന്റെ ശുശ്രൂഷ, അഥവാ സ്തേഫാനോസിന്റെ ശുശ്രൂഷ എല്ലാം സ്വീകരിച്ചായിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? അവർ അടുത്ത പ്രവചനപ്രകാരം എന്തുവാണ്? മഹോപദ്രകാലവും പിന്നീട് കർത്താവിന്റെ 2-ാം വരവും, ഇല്ലേ? പെന്തക്കോസ് നാളിൽ പത്രോസ് അപ്പോസ്തലൻ എന്നാ പറഞ്ഞത്? വിശ്രാന്തിയുടെ ദിവസം എന്നാണ് വരുന്നത്? പിതാവ് തൻ്റെ പുത്രനെ വീണ്ടും അയക്കുമ്പോൾ, ഇല്ലേ? അപ്പൊ വിശ്രാന്തിയുടെ കാലഘട്ടം എപ്പോഴാണ് വരുന്നത്? മഹാകഷ്ടത്തിന് ശേഷം, അല്ലേ? പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ ജാതികൾക്ക് രക്ഷയുടെ മാർഗം ഇസ്രായേൽ കൂടി മാത്രമേ ആകത്തുള്ളായിരുന്നു. 2, ഇസ്രായേലിൽ കൂടി ഭൂമണ്ഡലം ദൈവം ശുദ്ധീകരിക്കും. പക്ഷേ
സ്വർഗമണ്ഡലമോ? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അവിടെ വീണുപോയ ദൂതന്മാരെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് കർത്താവ് കൃപയുടെ യുഗം ആരംഭിച്ചത്. ഇല്ലേ? കർത്താവിന്റെ മുൻ ജ്ഞാനപ്രകാരം ഇതെല്ലാം കർത്താവിന് ഇങ്ങനെ സംഭവിക്കും എന്ന് അറിയുമായിരുന്നു. ഇല്ലേ? പൗലോസ് അപ്പോസ്തലനെ കർത്താവ് വിളിച്ച് വേർതിരിച്ച് ജാതികൾക്ക് വേണ്ടിയുള്ള ഉപദേശം കൊടുത്ത് ജാതികളുടെ അപ്പോസ്തലനാക്കി മാറ്റി ഒരു സുവർണ കാലഘട്ടം, സുവിശേഷത്തിൻ്റെയും രക്ഷയുടെയും സുവർണ കാലഘട്ടം കർത്താവ് ആരംഭിച്ചു. എന്തുവാ? പ്രവൃത്തി കൂടാതെ നീതീകരണം. വിശ്വാസത്താൽ മാത്രം കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ആര് വിശ്വസിക്കുന്നു, ജാതി മതഭേദമന്യേ ഒരു പ്രവൃത്തി കൂടാതെ വിശ്വസിക്കുന്ന അവർ രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് അവർ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് സ്നാനമേൽപ്പിക്കുകയാണ്. അല്ലേ? Praise the Lord. ആ കാലഘട്ടം റാപ്ചറിനോടുകൂടി അവസാനിക്കും. അതിനുശേഷം വീണ്ടും രാജ്യത്തിന്റെ പദ്ധതി ആരംഭിക്കും. ഇതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും